ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റിലെ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന ഒരു പാഠഭാഗമാണ്. വീടിനകത്ത് മാത്രം ഇരുന്നാൽ പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുമോ? ഇല്ല അല്ലേ? വീടും നാടും പ്രകൃതിയും എല്ലാം അറിയാൻ എന്ത് ചെയ്യണം? പുറത്തിറങ്ങണം, അതുപോലെ യാത്ര ചെയ്യണം. ഹലോ ഗൈസ്, ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണ് ഹലോ ഗൈസ് എന്ന പാഠഭാഗം. കേരള കലാമണ്ഡലത്തിലേക്ക് നടത്തിയ യാത്രയുടെ വിവരണമാണിത്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഇതാണ് കേരള കലാമണ്ഡലം. വരൂ, എൻ്റെ കൂടെ നോക്കൂ. ഇതാണ് മഹാകവി വള്ളത്തോളിൻ്റെ പ്രതിമ. അദ്ദേഹമാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. തൊട്ടു വടക്ക് വശത്തായി ഉയർന്ന കൊടിമരം കാണാം. അവിടെയാണ് കൂത്തമ്പലം. അതാ ദൂരെ നിന്ന് ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ശബ്ദം കേൾക്കുന്നു. അതേ, അവിടെ കഥകളി പഠിപ്പിക്കുന്ന കളരികളാണ്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. കഥകളി കളരികൾക്കപ്പുറം ഇനിയുമുണ്ട് ധാരാളം കാണാൻ. ഓരോന്നോരോന്നായി നമുക്ക് കാണാം. കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിലാണ് കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ ഭാരതപ്പുഴയുടെ തീരത്താണിത്. 1930 നവംബർ 9 കലാമണ്ഡലം പ്രവർത്തനം തുടങ്ങിയത്. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, ചാക്യാർകൂത്ത്, പഞ്ചവാദ്യം തുടങ്ങിയ കലകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നു. കൂത്തമ്പലം കേരളത്തിലെ പ്രാചീന കലകൾ അവതരിപ്പിക്കുന്നത് കൂത്തമ്പലങ്ങളിലാണ്. കൂത്തുപുര എന്നും ഇതിന് പേരുണ്ട്. ക്ഷേത്ര മതിലിനുള്ളിലാണ് കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണമേനോൻ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ്. കഥകളി പോലെയുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോളാണ്. 1878 പൊന്നാനിയിൽ ജനിച്ചു. 1958 അന്തരിച്ചു. നാം കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്ക് കൂടി കണ്ടറിയത്തക്ക വിധം അവതരിപ്പിക്കുന്ന ഹോം ടൂർ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് എഴുതിയതാണിത്. മുതിർന്നവരുടെ സഹായത്തോടു കൂടി നിങ്ങളും ഒരു ഹോം ടൂർ വീഡിയോ നിർമ്മിക്കൂ. വീട്ടിൽ വെച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്കൂളിൽ വെച്ച് വീഡിയോ തയ്യാറാക്കാൻ ടീച്ചർ നിങ്ങളെ സഹായിക്കും. രക്ഷിതാക്കളുടെ ഫോൺ ഉപയോഗിച്ച് അവരുടെ സഹായത്തോടെ വേണം ഹോം ടൂർ വീഡിയോ തയ്യാറാക്കാൻ. വീഡിയോയിൽ ഏറ്റവും മികച്ച ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. വ്യക്തതയോടെ, ശബ്ദ നിയന്ത്രണത്തോടെ പറയാൻ ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങൾ പരസ്പര ബന്ധത്തോടെ, ഒഴുക്കോടെ പറയണം. കാഴ്ചയുടെ സ്വഭാവം അനുസരിച്ച് വിവരണത്തിൽ ശബ്ദ വ്യതിയാനം വരുത്തണം. തയ്യാറാക്കിയ വീഡിയോകൾ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും പങ്കുവയ്ക്കാം. ഇത്രയാണ് ഹലോ ഗൈസ്, കാഴ്ചകൾ കാണാൻ പോകുന്നവരെ എന്ന ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.